അപ്പം കൂട്ടുകാരെ, ഇന്ന് നമുക്കേ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാം. സാധാ വീട്ടിലുണ്ടാക്കുന്ന ഷെയ്ക്ക് കേട്ടോ, കടകളിലെയും ബേക്കറിയിലെയും ഒന്നും അല്ല. നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ച് വീട്ടിലുണ്ടാക്കുന്ന ഷെയ്ക്ക് എന്നാൽ അടിപൊളി രുചിയാണ് താനും. ഇപ്പോഴത്തെ ഈ വെയിലും ചൂടും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ ഒരു ഷെയ്ക്ക് കുടിച്ചാൽ മതി. ഒരു സമീകൃതാഹാരമായിട്ട് നമുക്ക് ശരീരത്തിൽ കിട്ടും. ചോറുണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് പാല്, പഴം, ബൂസ്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ മറ്റു കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. എന്നാൽ നമുക്ക് കാണാം ഉണ്ടാക്കുന്നത്. ഓക്കേ, അപ്പം ഇന്ന് നമുക്ക് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ. ഷാർജ ഷെയ്ക്കല്ല, വാനില ഷെയ്ക്കല്ല, സ്ട്രോബെറി ഷെയ്ക്കല്ല, നാടൻ ഷെയ്ക്ക്, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാ ഒരു ഷെയ്ക്ക്. അപ്പം അതിന് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. ഇതാ കണ്ടോ, പഞ്ചസാര പൊടിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞു ചേരും. ഇത് പാല് തിളപ്പിച്ച് ആറിച്ച് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിനെ തല്ലി പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് അടിച്ചെടുക്കണം. പിന്നെ ഐസ്ക്രീമുണ്ട്, പഴവും പാലുമാണ് മെയിനായിട്ട് വേണ്ടത്. പഞ്ചസാര, പഴം, പാല്, ഇത് മൂന്നും പ്രധാനപ്പെട്ട സംഭവം. അത് മൂന്നും ഉണ്ട്. പിന്നെ ബൂസ്റ്റുണ്ട്, ഹോർലിക്സ് ഉണ്ട്, ചെറുപ്പഴമുണ്ട്. ഒരു കുഞ്ഞ് ഐസ്ക്രീമും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് ഓർത്ത്. ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതിന് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. പിന്നെ ബിസ്ക്കറ്റ്, ഒരു 2 ബിസ്ക്കറ്റും കൂടെ പൊടിച്ചിടാം. ഈ കശുവണ്ടി പരിപ്പും പൊടിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതും കൊണ്ട് ഷേക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇതെല്ലാം ഞാനൊന്ന് പഴമൊക്കെ ഒന്ന് തുണ്ട് പൊളിച്ച് അരിഞ്ഞ് വെക്കണം. പാല് അതിനെ ഒന്ന് തല്ലി പൊട്ടിച്ച് വെക്കണം. കശുവണ്ടി പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് ആദ്യമേ തന്നെ ഇട്ടൊന്ന് കറക്കിയാൽ മതി. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ആണെങ്കിലും ഒന്ന് കറക്കിയെടുത്താൽ മതി. പിന്നെ പഴവും ചേർക്കണം, പഞ്ചസാര ചേർക്കണം, പാല് ചേർക്കണം. അങ്ങനെ നമുക്ക് ഒന്നൊന്നായി ചേർത്ത് കൊടുത്ത് നല്ലൊരു വീട്ടിലുണ്ടാക്കുന്ന സാധാ ഒരു ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇപ്പോൾ കശുവണ്ടി പരിപ്പ് ആദ്യമേ ഇട്ടു കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ബിസ്ക്കറ്റും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് പഴം ഇട്ട് പിടിക്കുക. ഇത് കണ്ടോ, വെളുത്ത പൊടിയൊക്കെ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പഞ്ചസാര പൊടിച്ച ജാറാണ്. പഞ്ചസാര ഞാൻ കഴുകി ഉണങ്ങിയ ജാറിലാണ് പഞ്ചസാര പൊടിച്ചത്. ഇനി അതിനകത്ത് ഇച്ചിരി പഞ്ചസാര പൊടി ഇരുന്നാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ബിസ്ക്കറ്റും കൂടെ കൂടിയിട്ടേ. ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം കേട്ടോ. അതും കൂടെ പൊടിച്ച് ആ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കാം. അപ്പം കശുവണ്ടി പരിപ്പ് പൊടിച്ചത്, ഇത് ബിസ്ക്കറ്റ് പൊടിച്ചത്, അത് രണ്ടും കൂടെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പഞ്ചസാര ചേർത്ത്. എന്നിട്ട് പാലും ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അത് ഇതിനകത്ത് ചേർക്കാൻ ഇതാണ് പാല്. പാല് കണ്ടോ ലൂസായി വരുന്നുണ്ട്. ആ കട്ടയെല്ലാം പൊട്ടിച്ച് ഇതിനകത്ത് ചേർത്ത് ഒറ്റ കറക്കുക. അങ്ങനെ നമുക്ക് പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. പഴവും പഞ്ചസാരയും ഒന്ന് കറക്കിയെടുക്കട്ടെ. അതിന് ശേഷം പാല് ചേർക്കണം. പിന്നെയാണ് ബൂസ്റ്റ് ഇടുന്നത്. ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ്, ഇതിലേതെങ്കിലും ഒന്നിട്ടാൽ മതി. രണ്ടിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്നിനൊന്ന് മെച്ചമാണ്. ബൂസ്റ്റ് പൊടി ഇട്ടാലും ഹോർലിക്സ് പൊടി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ബൂസ്റ്റ് ഇട്ടത് കുടിക്കുമ്പം അതാണ് നല്ലതെന്ന് തോന്നും. ഹോർലിക്സ് ഇട്ട് കുടിച്ചാൽ അതിനാ ടേസ്റ്റെന്ന് തോന്നും. രണ്ടും മത്സരിച്ചുള്ള ടേസ്റ്റാണ്. അപ്പം നമുക്കിത് അപ്പോൾ ഇത് കണ്ടോ, ബൂസ്റ്റ്, ഹോർലിക്സ് എടുത്തില്ല. ഈ 2 ബൂസ്റ്റ് പൊടിയും കൂടെ പൊട്ടിച്ച് നമുക്ക് ചേർക്കാം. പഞ്ചസാരയും ചേർത്തോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാല് ചേർക്കാവേ. അപ്പോൾ ഇത് കണ്ടോ, 2 കവറ്, ഈ 2 കവറ് ബൂസ്റ്റ് പൊട്ടിച്ചിട്ടു. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിയും ചേർത്തു കേട്ടോ. അപ്പോൾ ഇതൊന്ന് കറക്കിയിട്ട് നമുക്ക് പാല് ചേർത്ത് കറക്കാം. കറക്കാന്ന് പറഞ്ഞാൽ മിക്സിയിൽ അടിച്ചെടുക്കാമെന്നുള്ളൂ കേട്ടോ. പെട്ടെന്നൊക്കെ പറയുമ്പോൾ നാടൻ ഭാഷയിൽ നമ്മൾ വീട്ടിൽ പറയുന്ന ഭാഷയൊക്കെ ഉപയോഗിക്കും. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാമെന്നൊക്കെ പറയില്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ പാല് ഇതുണ്ടോ, കട്ടയൊക്കെ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് കഷ്ണങ്ങളോട് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി അത് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഇതുണ്ടോ, പഴം, പിന്നെ പാല്, പഞ്ചസാര, ബൂസ്റ്റ് പൊടി എല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട്
അടിച്ചുകൊണ്ട് വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഗ്ലാസ്സിലേക്കൊന്ന് പകർന്നെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് കശുവണ്ടിയുടെ പൊടി ചേർക്കാം. നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം. കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി കൂടെ ചേർക്കാം. ഈ കുറച്ചുകൂടെ ഒഴിക്കാം കേട്ടോ. പൊടികളൊക്കെ ഇതിനകത്ത് നനഞ്ഞിട്ട് അതിലേക്ക് അങ്ങ് മിക്സാവും. കണ്ടോ? അപ്പം ഐസ്ക്രീമൊക്കെ വെച്ച് അലങ്കരിച്ചു കേട്ടോ. ചെറുപ്പഴമൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു അല്പം കഴിച്ചു നോക്കി. അപാര ടേസ്റ്റാണ്, അപാര ടേസ്റ്റ്. കടയിൽ നിന്നൊക്കെ ഇത് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മളവിടെ കൊടുക്കുന്നതിൻ്റെ 2 ഇരട്ടി പൈസ കൊടുത്താൽ പോലും ഇത്രയും ടേസ്റ്റിനും ഇത്രയും ഗുണത്തോടു കൂടി കിട്ടത്തില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ഷേക്കാണ്. ഇപ്പം ചൂട് പരവേശം ആവിയൊക്കെ കൊണ്ട് പപ്പ പുറത്തിറങ്ങി ഇരിക്കുമായിരുന്നു കേട്ടോ. തിണ്ണയിലിറങ്ങി ഇരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഷേക്ക് കൊടുത്തു. അപ്പോൾ കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയും. സ്ട്രോ ഒന്നും ഇട്ടില്ല, നമ്മൾ വീട്ടിൽ കഴിക്കുന്നതിന് സ്ട്രോയുടെ ആവശ്യമില്ലല്ലോ. വണ്ടർഫുൾ. കൊള്ളാം. സ്പൂൺ കൊണ്ട് കോരി കഴിച്ചിട്ട് പിന്നെ അത് കുടിക്കണം. ഐസ്ക്രീമൊക്കെ സ്പൂൺ കൊണ്ട് കഴിക്കണേ. നമ്മുടെ വീട്ടിലായതുകൊണ്ട് സ്ട്രോ ഒന്നും ഇട്ടില്ല. കടയിലാണെങ്കിൽ നമുക്ക് സ്ട്രോ ഇട്ട് ഒരു സ്പൂണൊക്കെ ആയിട്ടാണ് ഇത് കിട്ടുന്നത്. കടയിൽ കിട്ടുന്ന എന്നാ സാധനം ചുമ്മാ. കൊള്ളാം. ഇതുപോലെ എല്ലാ ദിവസവും ഓരോന്ന് അടിച്ചു തരുവാണെങ്കിൽ നല്ലതായിരുന്നു. എല്ലാ ദിവസവും ഉണ്ടാക്കണം. ചൂടല്ലേ ഇപ്പം. ഈ ചൂടിന് ചൂട് കാരണം ചൂട് ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂട്. വീടിനകത്തെങ്ങും ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഉറക്കം വരുന്നിടം വരെ മുറ്റത്തും ഈ തിണ്ണയിലൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. മുരിങ്ങയൊക്കെ ഞാൻ പറിച്ചു. ഇനി അതെവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം. അപ്പം ഇനി ഐസ് കട്ട ഇട്ട് എടുക്കട്ടെ കേട്ടോ ഒരെണ്ണം. എനിക്ക് ഐസ് കട്ട ഇട്ട് ഏറ്റവും നല്ല തണുപ്പിന് കുടിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് എനിക്കെടുക്കുന്നതിന് ഞാൻ ഐസ് കട്ടയാണ് ഇടുന്നത്. അവർക്കൊക്കെ ഐസ്ക്രീമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ബിസ്ക്കറ്റും ഒക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. പൊട്ടിച്ചെടുത്തിട്ട് പൊട്ടി ഐസ്ക്രീം അല്ല ഐസ് കട്ട ഇതുണ്ട്. ഐസ് കട്ടയാണ് ഞാനിടുന്നത്. നല്ല തണുപ്പും കൂടെ ചെല്ലുമ്പം അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ.